all, welcome to I+ Training Solutions. ഞാൻ ആര്യ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് നടന്ന കേറ്ററ്റ് എക്സാമിൻ്റെ കാറ്റഗറി 1 കേറ്ററ്റ് കാറ്റഗറി 1 ജാനുവരി 2025 ജനുവരി 18-ാം തീയതി നടന്ന എക്സാമിൻ്റെ കേറ്ററ്റ് കാറ്റഗറി 1-ൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ്. അപ്പോൾ ഈ റീസെൻ്റ് എക്സാംസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിന് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ എക്സാമിൻ്റെ ഒരു പാറ്റേൺ ചേഞ്ച് എന്താണ്, ഇനി അടുത്ത ഒരു എക്സാമിന് ഏതൊക്കെ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നൊക്കെയുള്ള ഒരു എന്താ പറയുന്ന ഒരു ഐഡിയ നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. കേറ്ററ്റ് കാറ്റഗറി 1 ഇംഗ്ലീഷിൻ്റെ ജാനുവരി 2025 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ നൈബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താണ്? ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ആർട്ടിക്കിളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ആർട്ടിക്കിൾസ്, ഓക്സിലറി, പിന്നീട് ക്വസ്റ്റ്യൻ ടാഗ്, അങ്ങനെ ആ ഒരു ഓർഡറിലാണ് പഠിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് തന്നെയാണ്? ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ അല്ല, ഇതിന് മുമ്പായിട്ട് എന്താണ്, ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഉണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിനുശേഷമാണ് എന്ത് വരുന്നത്? നമ്മുടെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൈ നൈബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്. മൈ നൈബർ ഈസ് ഡാഷ് യൂണിവേഴ്സിറ്റി എംപ്ലോയ്. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല. ആർട്ടിക്കിൾസ് നമ്മൾ പഠിച്ചതിൽ തന്നെ എക്സെപ്ഷണൽ കേസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ഒന്നുകിൽ എക്സെപ്ഷണൽ കേസുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ചോദിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ നമ്മൾ വേണ്ടാത്ത കേസുകളുണ്ട്, ആർട്ടിക്കിൾ യൂസ് ചെയ്യാത്ത കേസുകളുണ്ട്, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യാത്ത കേസുകളുണ്ട്. അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ കൂടുതൽ സാധ്യത. അപ്പോൾ കണ്ടല്ലോ, സെയിം അത് തന്നെ ചോദിച്ചു. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിന്റെ എക്സെപ്ഷണൽ കേസാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇവിടെ ഏത് ആർട്ടിക്കിളാണ് വരുന്നത്? ഇതിപ്പോൾ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ആൻസർ ചെയ്യുകയും ചെയ്യും അല്ലേ. ഇവിടെ ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി ആണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡിന്റെ ഫസ്റ്റ് ലെറ്റർ യു ആണ്. അതൊരു വവൽ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും എന്താണ്, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലേ. പക്ഷെ എന്താണ് ഇവിടെ പ്രശ്നം? യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന വേർഡ് നമ്മൾ യു എന്ന ലെറ്റർ അല്ലെങ്കിൽ യു എന്ന ലെറ്റർ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത് അല്ലേ. യു വെച്ച് നോക്കിയേ, ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ യു ഫോർ അംബ്രല എന്ന് പറയും അല്ലേ. യു ഫോർ അംബ്രല. അപ്പം നമ്മൾ എന്നുള്ള സൗണ്ട് ആണ് യുവിൻ്റെ ശരിക്കുള്ള പ്രൊനൗൺസിയേഷൻ. പക്ഷെ ഇവിടെ യൂണിവേഴ്സിറ്റി അതിലെ ഫസ്റ്റ് ലെറ്റർ യുവിനെ നമ്മൾ എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? യു എന്ന കൺസോണന്റ് സൗണ്ട് ആയിട്ട് തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പം എന്ത് പറ്റി അവിടെ? ആ പ്രൊനൗൺസിയേഷൻ്റെ ഒരു വയലേഷൻ വന്നു അല്ലേ. കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ തന്നെ നമ്മൾ ആ പ്രൊനൗൺസിയേഷൻ ഒരു മാറ്റം വരുത്തി. അതിനെന്താണ്, ഇപ്പോൾ ഒരു കൺസോണന്റ് സൗണ്ട് ആയിട്ട് തന്നെയാണ് നമ്മൾ അതിനെ പ്രൊനൗൺസ് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും വരുന്നത്? എ ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റി, ഇനി നോക്കിക്കേ, യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യുന്ന വേർഡ്സ് ആണ് യൂറോപ്യൻ അല്ലേ. യൂറോപ്യൻ, യൂഷ്വൽ, ഇതൊക്കെ എന്താണ്? ഈ പ്രൊനൗൺസിയേഷൻ വയലേഷൻ വരുന്ന കേസുകളാണ്. ഇനി നിങ്ങൾ നോക്കിയേ, യൂഷ്വലും വരാം, അൺയൂഷ്വൽ. അൺയൂഷ്വൽ എന്ന് പറയുന്ന ഒരു വേർഡാണ് വന്നിരുന്നതെങ്കിലോ ഇവിടെ എന്താണ്? യുവിനെ നമ്മൾ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. സോ ഇവിടെ എന്തായിരിക്കും? ആൻ അൺയൂഷ്വൽ മാറ്റർ എന്ന് വേണമെങ്കിൽ വരാം. ഓക്കെ, അപ്പം വേർഡ് തരുന്ന വേർഡ് നിങ്ങൾ നന്നായിട്ട് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. അവിടെ എങ്ങനെയാണ് കറക്റ്റായിട്ടാണ് പ്രൊനൗൺസിയേഷൻ നടക്കുന്നത്, അതോ അവിടെ എന്തെങ്കിലും വയലേഷൻ വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം മാത്രമേ ആൻസർ ചെയ്യാവൂ. യു എന്നൊരു ലെറ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റായിട്ട് ചാടി കയറി എ എന്ന് ആൻസർ ചെയ്യരുത്. ആ വേർഡ് പ്രൊനൗൺസ് ചെയ്ത് നോക്കുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണ്? മൈ നൈബർ ഈസ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി എന്ന് വരും. മൈ നൈബർ ഈസ് എ യൂണിവേഴ്സിറ്റി എംപ്ലോയി. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ എ ആയിട്ട് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി കോൺസേർട്ട് വാസ് ഡാഷ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദി കോൺസേർട്ട് വാസ് ഡാഷ് ദാൻ ഐ എക്സ്പെക്റ്റഡ്. എന്താണ് വരുന്നത്? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്, മോർ ഗുഡ്. ഓക്കെ, എന്താണ്? കോൺസേർട്ടിനെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കമ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോൺസേർട്ട് വാസ് ഡാഷ് ദാൻ, ഇവിടെ ദാൻ എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഈ ദാൻ എന്ന് പറയുന്നത് ഏത് ഡിഗ്രിയിലാണ് വരുന്നത്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ ഏത് ഡിഗ്രിയിലാണ് നമ്മൾ ദാൻ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് അല്ലേ. മോർ ദാൻ അല്ലെങ്കിൽ എന്താണ്, ലാർജർ ദാൻ എന്നൊക്കെ, നമ്മൾ ലെസർ ദാൻ. അപ്പോൾ ദാൻ എന്ന് പറയുന്ന ഡിഗ്രി കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കമ്പാരിറ്റീവ് ഡിഗ്രി ഏതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ. കമ്പാരിറ്റീവ് ഡിഗ്രി വരുന്നത് ഗുഡ് പോസിറ്റീവ് ഡിഗ്രിയാണ്, ബെറ്റർ കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, ബെസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, മോർ ഗുഡ് എന്ന് പറയില്ല. ഗുഡിന്റെ എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രി? എന്താണ്? ബെറ്റർ ആണ് അല്ലേ. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ് പറയുന്നത് അല്ലേ. ഗുഡ്,
ബെറ്റർ, ബെസ്റ്റ് അല്ലേ? ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. അതേപോലെ തന്നെ ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ് അല്ലേ? ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പൊ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് ആണ് കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രീസ്. അതേപോലെ തന്നെ ബാഡ് ആണെങ്കിലോ വേഴ്സും വേഴ്സ്റ്റുമാണ് വരുന്നത് അല്ലേ? അപ്പൊ നോക്കിക്കേ, അപ്പൊ ഇവിടെ ഏതാണ് കമ്പാരിറ്റീവ് ഡിഗ്രി കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി, ബെറ്റർ ആണ്. ദ കോൺസെർട്ട് വാസ് ബെറ്റർ ദാൻ ഐ എക്സ്പെക്ടഡ്. എങ്ങനെയാണ് ഇത് കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തത്? ദാൻ എന്ന് പറയുന്ന വേർഡ്, ഈ ദാൻ എന്ന് പറയുന്ന വേർഡ് എപ്പോഴും നമ്മൾ ഏത് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. I have talked to him dash times. I have talked to him dash times എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മോർ, മച്ച്, സം, സെവറൽ. 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഐ ഹാവ് ടോക്ഡ് ടു ഹിം ഡാഷ് ടൈംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, മോർ ടൈംസ്. മോർ ടൈംസ് എന്ന് പറയുമ്പോൾ ഈ ടൈംസ് നമുക്ക് എത്രയാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലേ? എത്രയാണ്? സോ അവിടെ മോർ എന്തായാലും പറ്റില്ല. മച്ച് ടൈംസ് അതും അവിടെ മാച്ച് ആവുന്നില്ല. സം ടൈംസ് വേണമെങ്കിൽ എടുക്കാം അല്ലേ? പക്ഷെ അതും അത്ര അതല്ല. പക്ഷെ അതിനേക്കാളും ഏറ്റവും നന്നായിട്ട് വരുന്ന വേർഡ് അതാണ് സെവറൽ ടൈംസ് അല്ലേ? ഐ ഹാവ് ടോക്ഡ് ടു ഹിം സെവറൽ ടൈംസ്, ഒരുപാട് തവണ. മോർ ടൈംസ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൗണ്ട് ഇല്ല. മച്ച് ടൈംസിലും കൗണ്ട് വരുന്നില്ല അല്ലേ? പിന്നീട് സംടൈംസ് എന്ന് നമ്മൾ പറയാം. സംടൈംസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. ഇത് ഒരുപാട് തവണ സംസാരിച്ചു എന്നൊരു അർത്ഥത്തിലാണ് നമുക്ക് ആൻസറിലേക്ക് എത്തേണ്ടത് അല്ലേ? അപ്പൊ എന്തൊരു ആൻസർ? ഐ ഹാവ് ടോക്ഡ് ടു ഹിം സെവറൽ ടൈംസ്. ഒരുപാട് തവണ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. ഐ ഹാവ് ടോക്ഡ് ടു ഹിം സെവറൽ ടൈംസ്. ക്ലിയർ ആയല്ലോ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സെവറൽ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഡാഷ് മീറ്റിംഗ് യു. വി ആർ ലുക്കിംഗ് ഫോർവേഡ് ഡാഷ് മീറ്റിംഗ് യു. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ലുക്ക് ഫോർവേഡ് എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ആണല്ലോ? ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ വേർബിന്റെ എന്താണ്? ജെറണ്ട് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താണ്? ING ഫോം. മറന്നു പോകരുത്. ഓക്കെ, ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ എന്താണ്? വേർബിന്റെ ജെറണ്ട് ഫോം ആണ് യൂസ് ചെയ്യുന്നത്, ING ഫോം. അതുപോലെ തന്നെ ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ എന്താണ്? ഒരു പ്രിപ്പോസിഷൻ ഏതാണ് യൂസ് ചെയ്യുന്നത്? ടു എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതും കൂടി ഓർത്തിരിക്കുക. 2 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ലുക്ക് ഫോർവേഡ് അതൊരു യൂസേജിൽ വരുന്നതാണ്. അപ്പൊ ലുക്ക് ഫോർവേഡിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ്? വേർബിന്റെ ജെറണ്ട് ഫോം, അതായത് ING ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലുക്ക് ഫോർവേഡിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുവരും ആൻസർ? വി ആർ ലുക്കിംഗ് ഫോർവേഡ് ടു മീറ്റിംഗ് യു. കണ്ടോ, ഇവിടുത്തെ വേർബ് ഏതാണ്? മീറ്റ് ആണ്. അതിന്റെ ജെറണ്ട് ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റിംഗ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടു മീറ്റ് യു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ടു മീറ്റിംഗ് യു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ലുക്ക് ഫോർവേഡിന് ശേഷം യൂസ് ചെയ്യുന്ന പ്രിപ്പോസിഷൻ ഏതാണ്? ടു ആണ്. അതിനുശേഷം വരുന്ന വേർബ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വേർബിന്റെ ജെറണ്ട് ഫോം അല്ലെങ്കിൽ ING ഫോം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. Which of the following sentences is grammatically correct? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും കാണാൻ കഴിയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കോൺകോഡിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഓക്കെ, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? Neither the leader nor the followers was ready for the dialogue. Neither the leader nor the followers were ready for the dialogue. Neither the leader or the followers were ready for the dialogue. Neither the leader or the followers were not ready for the dialogue. അപ്പോൾ എന്താണ്? neither nor എന്ന് പറയുന്ന ഒരു യൂസേജ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ആ ഒരു ഫോമാറ്റ് അത് എങ്ങനെയാണ് നമ്മൾ ഒരു സെന്റൻസിൽ യൂസ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വേഗം നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് neither nor? നമ്മൾ പഠിച്ചിട്ടുണ്ട്. neither nor എന്ന് പറയുന്ന യൂസേജ് neither nor അല്ലേ? neither norൽ എന്താണ് സംഭവിക്കുന്നത്? neither nor എന്ന് പറയുന്ന ആ ഒരു കോൺകോഡ് അല്ലെങ്കിൽ ആ neither norൽ നമ്മൾ സബ്ജക്റ്റ് വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർബ്. ഓർത്തിരിക്കുക, എന്താണ്? സെക്കൻഡ് സബ്ജക്റ്റിനാണ് ഇവിടെ പ്രിഫറൻസ്. ഓക്കെ, സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർബ്. അപ്പൊ ഇവിടെ നോക്കിയേ, neither the leader nor the followers. നമുക്ക് ഫസ്റ്റ് തന്നെ എന്ത് കാര്യം ചെയ്യാം?
നൈദർ ഓർ എന്ന് പറയുന്ന അത് വേണ്ടാന്ന് വെക്കാം. കാരണം നൈദറിന്റെ കൂടെ നമ്മൾ എപ്പോഴും ഓർ അല്ല യൂസ് ചെയ്യുന്നത്, എന്താണ്, നോർ ആണ് യൂസ് ചെയ്യുന്നത്. ഐദറിന്റെ കൂടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഓർ യൂസ് ചെയ്യുന്നത്. നൈദർ നോർ ഐദർ ഓർ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം സിയും ഡിയും നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർബ് എന്ന് പറഞ്ഞു. തന്നിരിക്കുന്ന സെന്റൻസ് നൈദർ ദ ലീഡർ, ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് ലീഡർ, ദി ഫോളോവേഴ്സ് ഓർ ദി നോർ ദി ഫോളോവേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പൊ സെക്കൻഡ് സബ്ജക്റ്റ് ഏതാണ്, ദി ഫോളോവേഴ്സ് ആണല്ലോ. ഇനി ദി ഫോളോവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർബ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ദി ഫോളോവേഴ്സ് എന്ന് പറഞ്ഞ പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ വാസ് അല്ല ഇവിടെ വരുന്നത്, എന്താണ് വരുന്നത്, വെയർ ആണ് വരുന്നത്. മനസ്സിലായല്ലോ. നൈദർ നോർ എന്ന് പറയുന്ന കോൺകോഡിൽ നമ്മൾ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് നൈദർ നോർ, ഐദർ ഓർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്, സെക്കൻഡ് സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വേർബ് ഇരിക്കുന്നത്. അതായത് സെക്കൻഡ് സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കും, സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബ് പ്ലൂറൽ ആയിരിക്കും. അത്രയും കാര്യം അവിടെ നമ്മൾ ഓർക്കാനായിട്ടുള്ളൂ അല്ലേ. അപ്പൊ നോക്കിയേ, തന്നിരിക്കുന്ന സെന്റൻസിൽ നൈദർ ദ ലീഡർ നോർ ദി ഫോളോവേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദി ഫോളോവേഴ്സ് എന്ന് പറയുന്ന സെക്കൻഡ് സബ്ജക്ട് എന്താണ്, പ്ലൂറൽ ആയതുകൊണ്ട് തന്നെ അതിനുശേഷം വരുന്ന വേർബും എന്തായിരിക്കണം, പ്ലൂറൽ ആയിരിക്കണം. സോ ഇവിടെ വാസ് അല്ല വരുന്നത്, വേറാണ് വരുന്നത്. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് യൂസസ് ദി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. ടെൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതിനകത്തെ അതിന്റെ ഫോമാറ്റ് എന്താണ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വേഗം ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രണ്ട് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ അല്ല, ടെൻസിനെ ബേസ് ചെയ്തിട്ട് ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെയാണ്, സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, അങ്ങനെയല്ലേ നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചിട്ടുള്ളത് അല്ലേ. സബ്ജക്റ്റ് വരണം, ഹാഡ് വരണം, V3 വരണം. ഇത് മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതെന്തായി, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയല്ലോ. ഇനി അതേപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഏത് കേസിലാണ് യൂസ് ചെയ്യുന്നത്, പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നടന്ന സംഭവം, ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടെൻസിൽ പറയും, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും. സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റിലുമാണ് പറയുന്നത്. ആ ഒരു കാര്യവും കൂടി ഓർത്തിരിക്കണം. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫോമാറ്റ് എന്താണ് അത് ഓർത്തിരിക്കുക. അതിനുശേഷം എന്തുകൂടി ഓർത്തിരിക്കണം, ഏത് കേസിലാണ് നമ്മൾ ഈ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്, എവിടെയാണ്, പാസ്റ്റിൽ നടന്ന രണ്ട് ആക്ഷൻസിനെ സൂചിപ്പിക്കാനായിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യം നടന്ന സംഭവം, ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും, സെക്കൻഡ് ആക്ഷൻ നമ്മൾ സിമ്പിൾ പാസ്റ്റിലും ആയിരിക്കും പറയുന്നത്. ഓക്കെ, നമുക്ക് ഓരോ ഓപ്ഷൻസിലേക്ക് പോകാം. ഷീ ഹാസ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ സ്കൂൾ. ഹാസ് ഫിനിഷ്ഡ് എന്നാണ് വന്നിരിക്കുന്നത്. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് അല്ല, ഏത് ടെൻസിലാണ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് വരുന്നത്. സോ അതിനെ നമുക്ക് വേണ്ടാന്ന് വെക്കാം. ഇനി നോക്കിയേ, ഷീ ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ആൻഡ് ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക്, ഫിനിഷ്ഡ് ഏതാണ്, സിമ്പിൾ പാസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ്, ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ, അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, സിമ്പിൾ പാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ അതും എന്തല്ല, നമ്മുടെ ആൻസർ അല്ല. തേർഡ് വൺ നോക്കിക്കേ, ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബിഫോർ ഷീ ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. നോക്കിക്കേ, ഹാഡ് ഫിനിഷ്ഡ് വന്നിട്ടുണ്ട്, ഹാഡ് പ്ലസ് V3 വന്നു. അതേപോലെ തന്നെ എന്താണ്, സിമ്പിൾ പാസ്റ്റും വന്നു, ഷീ ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. എന്താണ് ആ സെന്റൻസിന്റെ മീനിങ്, ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബിഫോർ ഷീ ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ. അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ അവൾ എന്ത് ചെയ്തിരുന്നു, അവളുടെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തിരുന്നു. അപ്പൊ പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യമാണ് അല്ലേ. ആദ്യം അവൾ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു, അതിനുശേഷമാണ് അവൾ എന്ത് ചെയ്തത്, സ്കൂളിലേക്ക് പോയത് അല്ലേ. അപ്പൊ ഫസ്റ്റ് നടന്ന സംഭവം നമ്മൾ ഏതാണ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും, സെക്കൻഡ് ആക്ഷൻ നമ്മൾ ഏതിലും പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിലും പറഞ്ഞു. ക്ലിയർ ആയല്ലോ. ഓക്കെ, ലാസ്റ്റ് വൺ, ഷീ വുഡ് ഫിനിഷ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് ടെൻസ് ആയി, ഫ്യൂച്ചർ ടെൻസ് ആയി. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ഓപ്ഷൻ സി, ഷീ ഹാഡ് ഫിനിഷ്ഡ് ഹെർ ഹോംവർക്ക് ബിഫോർ ഷീ ലെഫ്റ്റ് ഫോർ ദി സ്കൂൾ എന്ന് വരും. ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വേർഡ് ഈസ് എ സിനോണിം ഫോർ അബൻഡന്റ്. അബൻഡന്റ് എന്ന് പറയുന്ന വേർഡിന് സിനോണിമസ് ആയിട്ടുള്ള ഒരു വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് വായിക്കാം, സ്കേഴ്സ്, റയർ, ലക്ഷറി, പ്ലെന്റി. 4 വേർഡ്സ് വന്നിട്ടുണ്ട്. അതിൽ അബൻഡന്റ് എന്ന് പറയുന്ന വേർഡിന്റെ സിനോണിമസ്, അതിന്റെ സെയിം മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്കേഴ്സ്, സ്കേഴ്സിന്റെ മീനിങ് എന്താണ്, വളരെ കുറച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. സ്കേഴ്സ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രം വെള്ളം. അപ്പൊ അവിടെയും അബൻഡന്റിന്റെ മീനിങ് ആയിട്ട് വരുന്നില്ല. റയർ, അപൂർവമായിട്ട് ഉള്ളതിനെയാണ് നമ്മൾ റയർ എന്ന് പറയുന്നത്, അതുമല്ല അതിന്റെ മീനിങ്. ലക്ഷറി നമുക്കറിയാം,
എന്താണ് വലിയ ഹൈ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്നതിന് നമ്മൾ ലക്ഷറി, എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളോടും ജീവിക്കുന്നതിനാണ് ലക്ഷറി എന്ന് പറയുന്നത് അല്ലേ. അതുമല്ല അതിന്റെ മീനിങ് നോക്കിയാൽ പ്ലെന്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട്. അബൻഡന്റ് മീനിങ് എന്ത് തന്നെയാണ് ഒരുപാട് അല്ലേ. പ്ലെന്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ എന്താണ് ഒരുപാട് എന്നുള്ളൊരു മീനിങ്ങിലാണ് നമ്മൾ പ്ലെന്റിയും അബൻഡന്റും യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് അബൻഡന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ്? പ്ലെന്റി. ഓക്കെ, അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 7ന്റെ ആൻസർ ഓപ്ഷൻ ഡി പ്ലെന്റി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. ബൈ ദ ടൈം ഹി റീച്ചസ് ദി സ്കൂൾ ദി ക്ലാസ് ഡാഷ്. അഗെയിൻ ടെൻസിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ബൈ ദ ടൈം ഹി റീച്ചസ് ദി സ്കൂൾ ദി ക്ലാസ് സ്റ്റാർട്ട്സ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബൈ ദി ടൈം എന്നൊക്കെ നമുക്ക് തരുന്ന സെന്റൻസിൽ തന്നിട്ടുണ്ട്. ബൈ ദി ടൈം എന്നൊക്കെ ആണ് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് എവിടെയെങ്കിലും ഉണ്ട് ആ ഒരു ടൈം, ആ രീതിയിൽ ബൈ ദി ടൈം എന്നൊരു രീതിയിൽ പറയുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഏത് ടെൻസിലായിരിക്കും വരുന്നത്? മിക്കവാറും ഉള്ള കേസിൽ നമുക്ക് ഏത് ടെൻസ് പറയാൻ പറ്റും? ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് പറയാൻ പറ്റും. ഓക്കെ, ബൈ ദി ടൈം എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണെന്ന് വേഗം ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എങ്ങനെ വരും? സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ, അതുകൊണ്ട് വില്ല് മാത്രമേ എഴുതുന്നുള്ളൂ. പ്ലസ് എന്ത് വരും? ഹാവ് പ്ലസ് B3. ഇതാണ് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം വിൽ അല്ലെങ്കിൽ ഷാല്, അതിനുശേഷം ഹാവ് വരും, പ്ലസ് എന്താണ്? B3, വേർബിന്റെ തേർഡ് ഫോം. എന്താണ്? വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ വരുന്ന സെന്റൻസ് ഏതാ? ഓപ്ഷൻ ഏതാണെന്ന് നോക്കിക്കേ. വിൽ സ്റ്റാർട്ട്, അത് ഏതാണ്? സിമ്പിൾ ഫ്യൂച്ചർ ആണ്, അത് വരില്ല. വിൽ ബി സ്റ്റാർട്ടഡ്, ഏത് വരും? വിൽ ബി സ്റ്റാർട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അതും വരില്ല. അടുത്തത് വിൽ ഹാവ് സ്റ്റാർട്ടഡ്. നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. വില്ല് വന്നിട്ടുണ്ട്, ഹാവ് വന്നിട്ടുണ്ട്, സ്റ്റാർട്ട് എന്ന് പറയുന്ന വേർബിന്റെ V3 ഫോം എന്താണ്? സ്റ്റാർട്ടഡ് ആണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്. വിൽ ഹാവ് ബീൻ സ്റ്റാർട്ടിങ് അത് ഏത് വരും? ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരുന്നത്. സോ ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്, വിൽ ഹാവ് സ്റ്റാർട്ടഡ്. ബൈ ദി ടൈം ഹി റീച്ചസ് ദി സ്കൂൾ ദി ക്ലാസ് വിൽ ഹാവ് സ്റ്റാർട്ടഡ്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ സെന്റൻസ് ദാറ്റ് യൂസസ് ആൻ ആഡ്വർബ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും പ്രതീക്ഷിക്കാം. ഒന്നുകിൽ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ആഡ്വർബ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ആഡ്ജക്റ്റീവ് ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പൊ സാധാരണയായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 4 സെന്റൻസ് തന്നിട്ടുണ്ട്, അതിൽ ആഡ്വർബ് ഉള്ള സെന്റൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കേ. ദി ഓൾഡ് മാൻ ഈസ് എ കെയർഫുൾ വർക്കർ. ദി വെദർ ഈസ് നൈസ്. ദ ഡിഷ് ടേസ്റ്റ് ഡെലിഷ്യസ്. ജോൺ റൺസ് ഫാസ്റ്റ്. 4 സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിൽ ആഡ്വർബ് യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ. ദി ഓൾഡ് മാൻ ഈസ് എ കെയർഫുൾ വർക്കർ. അപ്പൊ ഇവിടെ എന്താണ്? ഓൾഡ് മാനെ ആണ് പറയുന്നത്. ഓൾഡ് മാൻ ഈസ് എ കെയർഫുൾ വർക്കർ. ഓൾഡ് മാൻ എന്ന് പറയുന്നത് എന്താണ്? നൗൺ ആണ് അല്ലേ. അപ്പൊ നൗണിനെ കുറിച്ചാണ് കെയർഫുൾ വർക്കർ എന്ന് പറഞ്ഞാൽ നൗണിനെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന വേർഡാണ് കെയർഫുൾ വർക്കർ എന്ന് പറയുന്നത്. സോ അതെന്താണ്? ആഡ്ജക്റ്റീവ് ആയിട്ട് വരും അല്ലേ. ഇപ്പൊ ആഡ്വർബ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. നൗണിനെ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എന്തായിട്ട് മാറും? ആഡ്ജക്റ്റീവ് ആയിട്ട് മാറും. അപ്പൊ നമ്മളിവിടെ വേർബിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡ് ഏതുണ്ടെന്നാണ് നോക്കേണ്ടത് അല്ലേ. ഇവിടെ ദി വെദർ ഈസ് നൈസ്, ഇവിടെയും വെദർ എന്ന് പറഞ്ഞ നൗൺ ആണ്, അതിനെയാണ് നൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അത് ആഡ്ജക്റ്റീവ് ആയിട്ട് മാറി. ദ ഡിഷ് ടേസ്റ്റ് ഡെലിഷ്യസ്, ഡിഷിന്റെ ടേസ്റ്റ് ആണ് ഡെലിഷ്യസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്, അതുമല്ല. പക്ഷെ ഇവിടെ നോക്കിയേ, ജോൺ റൺസ് ഫാസ്റ്റ്. ഇവിടെ ജോൺ എന്ന് പറയുന്ന നൗൺ ആണ്, റൺസ് എന്ന് പറയുന്ന ഇവിടുത്തെ വേർബാണ്. റൺസ് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. റണ്ണിനെ ക്വാളിഫൈ ചെയ്യുന്ന വേർഡാണ് അവിടെ ഫാസ്റ്റ് എന്ന് പറയുന്നത്. സ്പീഡിൽ ഓടി അല്ലെ, ഫാസ്റ്റ് ആയിട്ട് ഓടി എന്ന് പറയും അല്ലേ. ജോൺ റൺസ് ഫാസ്റ്റ് ആണ്. സോ ഇവിടെ എന്താണ്? ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആഡ്വേർബ് എന്ന് പറയുന്നത്. ഓക്കെ, ആഡ്വേർബ് ഏതാണ്? ഫാസ്റ്റ് എന്ന് പറയുന്ന വേർഡാണ്. സോ ആഡ്വേർബ് വരുന്ന സെന്റൻസ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജോൺ റൺസ് ഫാസ്റ്റ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. Okay, question number 10. Which of the following sentences uses the past continuous tense? Again, tense identify ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വന്നിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഇവിടെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. I read a book yesterday. I read a book yesterday. I was reading a book when you called me on. She is going to read a book tomorrow. She reads a book every night as a matter of habit.
അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്താണ് സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഓഫ് വേർബ് അല്ലേ? വേർബിന്റെ ING ഫോം വരണം. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അത് കൂടാതെ തന്നെ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ എപ്പോഴും ഏത് കേസിലാണ് ഉപയോഗിക്കുന്നത്? പാരലലായിട്ട് നടക്കുന്ന രണ്ട് ആക്ഷൻസ്, അതായത് ഒരേ സമയത്ത് നടക്കുന്ന പാസ്റ്റിൽ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. ഓർക്കുക, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു പാസ്റ്റിൽ നടന്ന രണ്ട് കാര്യങ്ങൾ, അത് ഒരേ സമയത്തല്ല നടക്കുന്ന, രണ്ട് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ കേസിൽ എങ്ങനെയാണ്? ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് കാര്യങ്ങളെ സൂചിപ്പിക്കാനായിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അതിൽ ഒരു സംഭവം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലും മറ്റേ സിമ്പിൾ പാസ്റ്റിലും പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐ റെഡ് എ ബുക്ക് യെസ്റ്റർഡേ. ഐ റെഡ് എ ബുക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അവിടെ സിമ്പിൾ പാസ്റ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. സോ അതല്ല നമ്മുടെ ആൻസർ. അടുത്തത് ഐ വാസ് റീഡിങ് എ ബുക്ക് വെൻ യു കോൾഡ് മീ. നോക്കിയേ, ഐ വാസ് റീഡിങ് നമ്മുടെ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ ഫോമാറ്റ് വന്നിട്ടുണ്ട്. വെൻ യു കോൾഡ് ഓൺ മീ, കണ്ടോ, രണ്ടും വന്നിട്ടുണ്ട്. അതായത് എന്താണ്? നീ എന്നെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ്? ഞാൻ ഒരു ബുക്ക് വായിക്കുകയായിരുന്നു. രണ്ടും ഒരേ സമയത്താണ്. ഞാൻ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് എന്താണ് നീ എന്നെ വിളിച്ചത് അല്ലേ? രണ്ടും ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ എന്താണ് ഇത് നമുക്ക് ഏത് ടെൻസിലാണെന്ന് പറയാം? പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണെന്ന് പറയാം. ഓക്കെ, അടുത്ത തേർഡ് വൺ നോക്കിയേ. ഷീ ഈസ് ഗോയിങ് ടു റീഡ് എ ബുക്ക് ടുമോറോ. നാളെ, ടുമോറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതെന്താണ്? ഫ്യൂച്ചർ ടെൻസ് ആണ്. ഷീ റീഡ്സ് എ ബുക്ക് എവറി നൈറ്റ് ആസ് എ മാറ്റർ ഓഫ് ഹാബിറ്റ്. അതാണ് എല്ലാ ദിവസവും. റീഡ്സ് എ ബുക്ക് എവറി നൈറ്റ്. എവറി നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? എവറി കാണുമ്പോഴേ നമുക്കറിയാം ഏതാണ് ഒരു ഹാബിറ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഹാബിച്വൽ ആക്ഷൻ ആണ്. അത് നമ്മൾ ഏത് ടെൻസിലാണ് പറയുന്നത്? എപ്പോഴും സിമ്പിൾ പ്രസന്റിലാണ് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ന്യൂ എംപ്ലോയി ആർ ക്വാളിഫൈഡ് ബട്ട് നോട്ട് എക്സ്പീരിയൻസ്ഡ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ ഇൻ ഇറ്റ്. നോക്കിയേ, എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദി ന്യൂ എംപ്ലോയി ആർ ക്വാളിഫൈഡ് ബട്ട് നോട്ട് എക്സ്പീരിയൻസ്ഡ്. നമുക്കൊരു സെന്റൻസ് ആണ് തന്നിരിക്കുന്നത്. അതിനകത്ത് എന്ത് ടൈപ്പ് എറർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി ന്യൂ എംപ്ലോയി ആർ ക്വാളിഫൈഡ് ബട്ട് നോട്ട് എക്സ്പീരിയൻസ്ഡ്. ഏതാണ്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ് ആണോ? ടെൻസ് കൺസിസ്റ്റൻസി ആണോ? മോഡിഫയർ പ്ലേസ്മെന്റ് ആണോ? പ്രോനൗൺ റെഫറൻസ് ആണോ? 4 ടൈപ്പ് എറർ തന്നിട്ടുണ്ട്. അതിൽ ഏത് ടൈപ്പ് എറർ ആണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ദി ന്യൂ എംപ്ലോയി ആർ ക്വാളിഫൈഡ് ബട്ട് നോട്ട് എക്സ്പീരിയൻസ്ഡ്. അപ്പൊ ഇവിടെ നോക്കിയേ, ദി ന്യൂ എംപ്ലോയ് എന്ന് പറയുന്നത് ഒരു സിംഗുലർ ആണ് അല്ലേ? ന്യൂ എംപ്ലോയി സിംഗുലർ ആണ്, സിംഗുലർ നൗൺ ആണ് അല്ലേ? ദി ന്യൂ എംപ്ലോയി, എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടില്ല, എംപ്ലോയി എന്ന് പറയും. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആള് ന്യൂ എംപ്ലോയി. അതിനുശേഷം നമുക്ക് എന്ത് വേണ്ട? അവിടെ ആറ് വേണ്ട. വേണോ? വേണ്ട. ദി ന്യൂ എംപ്ലോയ് ഈസ് ക്വാളിഫൈഡ് ബട്ട് നോട്ട് എക്സ്പീരിയൻസ്ഡ്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ന്യൂ എംപ്ലോയി എന്താണ്? ക്വാളിഫൈഡ് ആണ്, പക്ഷെ എന്താണ്? എക്സ്പീരിയൻസ്ഡ് അല്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസ്ഡ് അല്ല. പക്ഷെ എന്താണ്? നമ്മളെ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന എന്താണ്? ക്വാളിഫിക്കേഷൻ ആർക്കുണ്ട്? എംപ്ലോയീസിന്, സോറി ആ ഒരു എംപ്ലോയിക്കുണ്ട്. അപ്പൊ ന്യൂ എംപ്ലോയി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് തന്നെ എന്താണ്? അതിനുശേഷം വരുന്ന വേർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ആ ഒരു കേസ് നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ളത്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് അല്ലെ? കോൺകോഡിലാണ്. സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും വേർബ് എന്ന് പറയുന്ന ആ ഒരു റൂൾ നമ്മൾ ഏതിലാണ് പഠിക്കുന്നത്? സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിലാണ് പഠിക്കുന്നത്, കോൺകോഡിലാണ് പഠിക്കുന്നത്. എപ്പോഴും സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വേർബ് സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. ഈ ഒരു കേസ് നമ്മൾ എവിടെയാണ് പഠിക്കുന്നത്? കോൺകോഡ് അല്ലെങ്കിൽ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിലാണ് പഠിക്കുന്നത് ആണല്ലോ. ഇവിടുത്തെ ടൈപ്പ് ഓഫ് എറർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ടാഗ് ആണ്. നോക്കിയേ, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് ഡാഷ്. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡസ് ഇറ്റ്, ഡസിന്റ് ഇറ്റ്, ഈസിന്റ് ഇറ്റ്, ഷുഡ് ഇറ്റ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ അപ്പൊ എന്താണ് തന്നിരിക്കുന്ന സെന്റൻസ്? ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. ഡയറക്റ്റ് ഓക്സിലറി വേർബ്സ് ഒന്നും തരാത്തത് കൊണ്ട് തന്നെ മേക്സ് എന്ന് പറയുന്ന വേർബിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്യുന്നു. മേക്സ് എന്ന് പറയുന്നത് എന്താണ്? മേക്ക് പ്ലസ് ഡസ് ആണ് മേക്സ് എന്ന് പറയുന്നത് ആണോ? മേക്ക് പ്ലസ് ഡസ് ആണ് അല്ലെ? ഡസ് പ്ലസ് മേക്ക് ആണ് എന്തെന്ന് പറയുന്നത്? മേക്സ് എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് ഓക്സിലറി വേർബ് എന്ത് കിട്ടി? ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വേർബ് നമുക്ക് ഇവിടുന്ന് കിട്ടിയല്ലോ.
ഡസ് എന്ന് പറഞ്ഞ ഓക്സിലറി വേർബ് കിട്ടി. അതിനുശേഷം എന്താണ്, സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ടാഗ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ കൂടെ നമ്മളൊരു നോട്ട് ചേർത്തു. പിന്നീട് എന്താണ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രാക്ടീസ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇറ്റ് എന്ന് പറയുന്ന ഒരു പ്രോനൗൺ കൊണ്ട്, അതിനൊരു മനുഷ്യനോ അല്ലെങ്കിൽ ഒരു മൃഗമോ ഒന്നും അല്ല. സോ എന്താണ്, ഇറ്റ് എന്ന് പറയുന്ന പ്രോനൗൺ കൊണ്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. അപ്പൊ എന്ത് വരും ആൻസർ, ഓപ്ഷൻ ബി വരും. ഡസന്റ് ഇറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആൻസർ ഏതാണ് വരുന്നത്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഡസന്റ് ഇറ്റ് അല്ലേ. ഡസ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. മേക്സ് എന്ന് പറയുന്ന മെയിൻ വേർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ഡസ് പ്ലസ് മേക്ക് എന്ന് കിട്ടും അല്ലേ. ആ ഡസിൽ നിന്നാണ് ഡസിന്റെ കൂടെ നോട്ടും കൂടി ആഡ് ചെയ്തു, പിന്നെ പ്രോനോൺ ഇറ്റും കൂടി ആഡ് ചെയ്താണ് ഡസന്റ് ഇറ്റ് എന്ന ആൻസറിലേക്ക് എത്തിച്ചേർന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്